كان لأبي بكر الصديق رضي الله عنه غلام يخرج بالليل للعبادة. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു അടിമയുണ്ടായിരുന്നു. അടിമ ദിവസം തൊഴിലിന് പോകുന്ന അടിമയാണ്. അങ്ങനെ സമ്പാദിച്ചതിൽ നിന്നുള്ള ഒരു വിഹിതം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നു കൊടുക്കും. അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വീകരിക്കുകയും ചെയ്യും. ഒന്നുകിൽ മോചന പത്രം എഴുതപ്പെട്ട അടിമയായിരിക്കും. അപ്പോൾ ഒരു എമൗണ്ട് അത് എഴുതി വാങ്ങി പിന്നീട് അത് സമ്പാദിച്ചു കൊടുത്താൽ സ്വതന്ത്രനായി മാറും. അങ്ങനെ ഉണ്ടായിരുന്നു. അടിമ ഈ അടിമ ഒരു ദിവസം നല്ല ഒരു ഭക്ഷണം കൊണ്ടുവന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുമായി ഇരുന്നിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അടിമ പറഞ്ഞു, എങ്ങനെയാണ് ഈ ഭക്ഷണം നിങ്ങൾക്ക് കിട്ടിയത് എന്ന് അറിയുമോ? ഫഖാല അബൂബക്കറില്ല, ഇത് എവിടുന്നാ ഞാൻ സമ്പാദിച്ചതെന്ന് അറിയോ എന്നാണ് ചോദിച്ചത്. ഇല്ല, എനിക്കറിയൂല. മീൻ ഹൈന ജാഹ, എവിടുന്നാ ഈ ഭക്ഷണമായി നീ വരുന്നത്? ഖാലൽ ഗുലാം, അപ്പോൾ അടിമയായ ആ സഹോദരൻ പറഞ്ഞു, തഖഹൻതു ലിറജുലിൻ ഫിൽ ജാഹിലിയ്യ, ജാഹിലിയ കാലഘട്ടത്തിൽ എനിക്കൊരു ഏർപ്പാടുണ്ടായിരുന്നു. ഞാനൊരു ജ്യോത്സ്യ വൃത്തിയൊക്കെ ചെയ്യുമായിരുന്നു. ജ്യോത്സ്യ പണിയൊക്കെ അറിയുന്ന ആളാണ് ഞാൻ. അന്ന് ഞാൻ അങ്ങനെ ജ്യോത്സ്യ പണി ചെയ്തപ്പോൾ അന്നൊരാൾക്ക് ഞാൻ ആ പണി ചെയ്തു കൊടുത്തു. അദ്ദേഹത്തിന് അതിന്റെ റിസൾട്ട് ഒക്കെ ഉണ്ടായി. അപ്പൊ ഇന്ന് അദ്ദേഹത്തെ മാർക്കറ്റിൽ നിന്ന് കണ്ടുമുട്ടി. അപ്പൊ അതിന് ഒരു വിഹിതം എന്നോണം, അല്ലെങ്കിൽ അന്ന് എനിക്ക് പണം തന്നിട്ടില്ല, അതിന്റെ പണം ഇപ്പോൾ തന്നതാണ്. ആ പണമാണ് ഞാൻ സ്വീകരിച്ച് ഈ ഭക്ഷണം വാങ്ങിയത്. ആ ഭക്ഷണമാണ് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്ലേറ്റിന്റെ മുന്നിൽ നിന്ന് ഓടി തന്റെ വിരൽ വായിലേക്ക് ഇട്ടു. എന്നിട്ട് കഴിച്ചത് മുഴുവൻ ഛർദ്ദിച്ചു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വയറ്റിലുള്ള മുഴുവൻ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഛർദ്ദിച്ചു കളഞ്ഞു. എന്താ കാരണം? ഹലാലല്ലാത്ത ഭക്ഷണമാണത്. ഹലാലല്ലാത്ത ഭക്ഷണം തന്റെ ശരീരത്തിലേക്ക്, തന്റെ ആമാശയത്തിലേക്ക് എത്തിയല്ലോ എന്ന വേദന കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ മുഴുവനും ഛർദ്ദിച്ചു കളഞ്ഞു. റിസ്ക് എടുത്ത് ഛർദ്ദിച്ചു കളഞ്ഞു. അപ്പോൾ ഹലാലായ ഭക്ഷണം മാത്രമാണ് കഴിക്കാൻ പാടുള്ളൂ. ഭക്ഷണവുമായി ബന്ധപ്പെട്ട മര്യാദ പറഞ്ഞുകൊണ്ടിരിക്കണം. ഹലാലല്ലാത്ത ഒരു ഭക്ഷണവും നമ്മുടെ ശരീരത്തിലേക്ക് എത്താൻ പാടില്ല. ഒരുപാട് അപകടങ്ങൾ ചെയ്യും. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഹറാമായ വല്ലതും അതിൽ നിന്ന് മുളച്ചു പൊന്തുന്ന മുഴുവനും നരകത്തിലേക്ക് ഏറ്റവും ബന്ധപ്പെട്ടതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഹറാമല്ലാത്ത ഹലാലായത് മാത്രം ഭക്ഷിക്കണം. ഹറാമിന്റെ ഒരു ലെവലേശം കലരുന്ന ഒന്നും നമ്മുടെ ഭക്ഷണത്തിൽ നമുക്കുണ്ടാകാൻ പാടില്ല, നമ്മളെ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല, ഒന്നും പാടില്ല. സഹാബത്തിൽ നിന്നുള്ളൊക്കെ വലിയ പ്രഗത്ഭരായ സഹാബി വനിതകളുടെ വാചകങ്ങളൊക്കെ ചരിത്രത്തിൽ കാണാം. അവരൊക്കെ വീട്ടിൽ നിന്ന് പോകുന്ന അവസരത്തിൽ ഭർത്താക്കന്മാരായ സഹാബികളോട് പറയും, നിങ്ങൾ ഇന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് മക്കൾക്ക് ഒന്നും കൊണ്ടുവന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഹലാലല്ലാത്തൊന്നും കൊണ്ടുവരരുത്. ഞങ്ങൾ പട്ടിണി കിടന്നോളാം, എന്നാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾ ക്ഷമിച്ചോളാം, ഞങ്ങൾക്ക് വിഷമമില്ല, ഹലാലല്ലാത്തൊന്നും കൊണ്ടുവരരുത്. ഇന്നെന്താ നമ്മളൊക്കെ വീട്ടിലിരിക്കുകയാണെങ്കിൽ പറയും, മനുഷ്യ എന്തെങ്കിലുമൊക്കെ പോയിട്ട് കൊണ്ടുവന്ന അല്ലെ, എങ്ങനെങ്കിലുമൊക്കെ സമ്പാദിച്ച് എന്തെങ്കിലും കൊണ്ടുപോകാന്ന് പറയുന്ന സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദുആ വരെ സ്വീകരിക്കൂല. മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ, യാ അയ്യുഹന്നാസ് ഖുലൂ മിമ്മാ ഫിൽ അർദി ഹലാലൻ ത്വയ്യിബ, നിങ്ങൾ ഹലാലും ത്വയ്യിബുമായത്, ഹലാല് മാത്രമല്ല ത്വയ്യിബായതുകൊണ്ട് ഭക്ഷിക്കാൻ പാടുള്ളൂ എന്ന ആയത്ത് ഓതിയപ്പോൾ മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ റസൂലുള്ളാഹിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ അൻ യജ്അലനി മുസ്തജാബ ദഅവ, നബിയെ ഞാൻ ദ്വാരക്കുന്നതിനൊക്കെ ഉത്തരം കിട്ടണം, മുസ്തജാബു ദഅവത്താണ്, എന്നോട് ആരെങ്കിലും ദ്വാരിപ്പിച്ചാൽ അവർക്കും ഫലം കിട്ടണം, അങ്ങനത്തെ ഒരാളായി ഞാൻ മാറണം. എന്താണ് ഞാൻ ചെയ്യേണ്ടത് നബി എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, അത്തിബു മത്അമക, ഭക്ഷണം നന്നാക്കിക്കോ, നല്ല ഭക്ഷണം ഹലാലെ നീ കഴിക്കാവൂ, തകുൻ മുസ്തജാബ ദഅവ, എന്നാ നിന്റെ എല്ലാ ദുആനും ഉത്തരം കിട്ടും. ഇന്നിപ്പോൾ നമ്മൾ എന്തെല്ലാം വിഷയത്തിൽ ദ്വാരിക്കുന്നുണ്ട്, പേഴ്സണലായി ദ്വാരിപ്പിക്കുന്നു അല്ലേ, സ്വന്തമായി കണ്ണീരൊഴുക്കി ദ്വാര ചെയ്യുന്നു, എത്ര റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടതാണ്.
കഴിക്കുന്നത് ഇൻപുട്ടായത് നമ്മൾ മുഴുവനും ഹലാല് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മുടെ ഇബാദത്ത് സ്വീകരിക്കൂ, ദുആ സ്വീകരിക്കൂ, നമുക്ക് നാളെ സ്വർഗത്തിലെത്താൻ കഴിയും. ഇത് വളരെ ഗൗരവത്തോടെ ഞാനും നിങ്ങളും ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. അല്ലാഹു ബോധം നമുക്ക് നൽകുമാറാവട്ടെ. ഹലാലായത് സമ്പാദിച്ച് ഹലാല് മാത്രം ഭക്ഷിക്കുന്നവരാക്കി മാറ്റണേ അല്ലാഹ്. പടച്ചോനെ, അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞു കേട്ടത് നീ സ്വാലിഹായ കർമ്മമായി സ്വീകരിച്ച് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, ദുആ കൊണ്ട് കടപ്പെട്ട പലരും 6 അടി മണ്ണിൽ കഴിയുന്നു. അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങൾക്കെല്ലാം ജീവിക്കുന്ന കാലമത്രയും ആയുരാരോഗ്യത്തോടെ ആഫിയത്തോടെയുള്ള ദീർഘായുസ്, മരിക്കുമ്പോൾ ഹസ്നുൽ ഖാത്തിമത്തും നൽകണേ അല്ലാഹ്. ജമാഅത്തിന് ഇവിടെ എത്തിച്ചേർന്ന് പ്രസംഗവും കഴിഞ്ഞു പോകുന്ന മുഅ്മിനീങ്ങൾ, അല്ലാഹുവേ, അവർക്ക് നീ വലിയ ഖൈർ നൽകണേ അല്ലാഹ്. എല്ലാ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. എല്ലാ വിഷമങ്ങളും നീക്കി കൊടുക്കണേ അല്ലാഹ്. എല്ലാ ഖൈറിന്റെ വാതിലുകളും തുറന്നു കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും ഒക്കെയായി വിഷമിക്കുന്നവരാണ് അല്ലാഹു. നീ കരകയറ്റണേ അല്ലാഹ്. അതിന്റെ മാർഗം തുറന്നു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഖദർ ഖദായിൽ വല്ല വിപത്തും നീ വിധിച്ചുവെങ്കിലെല്ലാം ഈ ദുആ സ്വീകരിച്ച് തട്ടിക്കളയണേ അല്ലാഹ്. പടച്ചോനെ, ഇന്നൊരുപാട് ഖൈറായ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാവാനും തിന്മയിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാനുമുള്ള മാനസികമായ ഈമാനികമായ കരുത്ത് നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على سيدنا محمد وآله وصحبه. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمة الله وبركاته.